റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും സാമൂഹ്യ മാധ്യമ ഭീമനായ മെറ്റയും ചേർന്ന് ഒരു വമ്പൻ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവർ ചേർന്നുള്ള ഒരു സംരംഭം. റിലയൻസിന്റെ വാർഷിക യോഗത്തിന് ശേഷമാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്താണ് ഈ പ്രഖ്യാപനം എന്ന് നോക്കാം. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചെറുകിട സംരംഭങ്ങൾക്ക് എല്ലാത്തരം സേവനങ്ങളും ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ തുടങ്ങിയിരിക്കുന്ന സേവനങ്ങൾ നൽകാൻ വേണ്ടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെറ്റയുമായി ചേർന്ന് നമ്മളിപ്പോൾ കാണുന്ന ഫേസ്ബുക്ക്, വാട്സപ്പ് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ മാതൃ കമ്പനിയായ മെറ്റയുമായി ചേർന്നാണ് ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 855 കോടി രൂപയുടെ നിക്ഷേപമാണ് മെറ്റയും അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും ചേർന്നുകൊണ്ട് ഈ പദ്ധതിയിൽ നിക്ഷേപിക്കുക. ഇത് 70-30%, അതായത് 70% റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെതായിരിക്കും, 30% മെറ്റയുടേതായിരിക്കും. ആ തരത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്റർപ്രൈസ് സൊല്യൂഷനുകളിലായിരിക്കും ശ്രദ്ധയൂന്നുക. അതായത് വ്യവസായികൾക്ക് വേണ്ടിയുള്ള രീതിയിലേക്ക് അവർക്ക് ആവശ്യമായ രീതിയിലുള്ള സേവനങ്ങൾ, പ്രത്യേകിച്ചും സെയിൽസിലും മാർക്കറ്റിംഗിലും ഒക്കെയുള്ള സേവനങ്ങളാണ് ഈ ഒരു മേഖലയിൽ ശ്രദ്ധയൂന്നിക്കൊണ്ടായിരിക്കും ഈ സേവനങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മെറ്റയുടെ എന്ത് സഹായമായിരിക്കും അല്ലെങ്കിൽ മെറ്റയുടെ എങ്ങനെയായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. ലാമ മോഡൽ, മെറ്റ വികസിപ്പിച്ചെടുത്ത ലാമ മോഡൽ, ആ ലാമ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സേവനങ്ങൾ ലഭ്യമാക്കാൻ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പദ്ധതി ഇടുന്നത്. യുടെ സംവിധാനങ്ങൾ, സേവനങ്ങൾ ഏറ്റവും താഴേക്കിടയിലുള്ളവർക്ക് വരെ ലഭ്യമാക്കുക. സാധാരണ കമ്പനികളെ, നമുക്കറിയാവുന്ന കമ്പനികളെയൊക്കെ അവിടുത്തെ അന്തരീക്ഷം പൂർണ്ണമായും സജ്ജമാക്കുക. ആ ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇവർ ഈ സംരംഭം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വികസനത്തിന്റെ കാര്യത്തിൽ രാജ്യത്തിനാകെ തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു തീരുമാനവും പ്രഖ്യാപനവുമാണ് വന്നിരിക്കുന്നത്.